കൈവശമുള്ള വസ്തുവിന് പട്ടയം നിഷേധിച്ചതിൽ നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും പരിഹാരമാകാത്തതിൽ തൊടുപുഴയിൽ 73-കാരിയുടെ ഒറ്റയാൾ സമരം. തൊടുപുഴ കുറിച്ചിപ്പാടം സ്വദേശി അമ്മിണിയാണ് തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. സമരം 2ാം ദിവസത്തിലേക്ക് കടന്നതോടെ വിഷയത്തിൽ റവന്യൂ വകുപ്പ് ഇടപെട്ടു. 1975 മുതൽ കലയന്താനി പാത്തിക്കപ്പാറ ഭാഗത്ത് സർക്കാർ തരിശുഭൂമിയിൽ കുടിൽ കെട്ടി താമസിച്ചു വന്നിരുന്നതാണ് അമ്മിണി. ആദ്യം 10 സെന്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 4 സെന്റിലേക്ക് ചുരുങ്ങി. ബാക്കി സ്ഥലം അയൽപക്കത്തുള്ള സർക്കാർ ഉദ്യോഗസ്ഥ കയ്യേറിയെന്ന് അമ്മിണി പറയുന്നു. 1995 വെള്ളിയാമറ്റം പഞ്ചായത്തിൽ നിന്നും ചെറിയ വീടും ഈ സ്ഥലത്ത് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. വൈദ്യുതി കണക്ഷനും വീട്ടു നമ്പറും റേഷൻ കാർഡും അമ്മിണിക്കുണ്ട്. എന്നാൽ വസ്തുവിന് പട്ടയം നൽകുവാനുള്ള അപേക്ഷ നിരസിക്കപ്പെടുകയാണെന്നാണ് അമ്മിണിയുടെ പരാതി. 52 സെന്റ് തരിശുള്ളതാണ്. എൻ്റെ എതിർകക്ഷി പല പ്രാവശ്യങ്ങളായിട്ട് അവൻ കുറച്ച് പതിച്ചെടുത്തു. അപ്പോൾ എനിക്ക് പതിച്ചു തരാൻ പറഞ്ഞ് ഞാൻ അപേക്ഷ വില്ലേജിലും കൊടുത്ത് താലൂക്കിലും കൊടുത്ത ഇതുവരെ എനിക്ക് അപേക്ഷയിൽ ഒരു തീരുമാനമായിട്ടില്ല. അമ്മിണിയുടെ സമരം 2ാം ദിവസത്തിലേക്ക് കടന്നതോടെ വിഷയത്തിൽ റവന്യൂ വകുപ്പ് ഇടപെട്ടു. വിഷയത്തിൽ പരിശോധന നടത്തി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ അമ്മിണിയുടെ സ്ഥലം സംബന്ധിച്ച ചില കോടതി വിധികളുണ്ടെന്നും ഇത് പരിശോധിച്ച ശേഷം മാത്രമേ പട്ടയം നടപടിയിലേക്ക് കടക്കാനാകുമെന്നുമാണ് തഹസീൽദാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ അമ്മിണിയുടെ സ്ഥലത്ത് കയ്യേറ്റം നടന്നിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് തഹസീൽദാർ വ്യക്തമാക്കി. ആ വസ്തു സംബന്ധിച്ച് ഏകദേശം 3 കേസോളം തൊടുപുഴ മുനിസിപ്പൽ കോടതിയിൽ ഉണ്ടായിരുന്നതും ആയത് കാരണം ഈ സ്ഥലത്തിലുള്ള ഈ സർവേ നമ്പറിലുള്ള സ്ഥലം മുഴുവൻ അളന്നു തിരിച്ച് അതിലെത്ര പട്ടയം കൊടുത്തിട്ടുണ്ടെന്ന് പരിശോധിക്കുകയും അതുപോലെ നാരായണന് കിട്ടിയ പട്ടയത്തിൽ നിന്നാണോ ഈ സ്ത്രീക്ക് പട്ടയം പോയിട്ടുള്ളതെന്ന് അറിയുകയും കൂടാതെ ബഹുമാനപ്പെട്ട കോടതിയുടെ എല്ലാ വിധിപ്പകർപ്പുകളും പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അമ്മിണിയുടെ സ്ഥലം കയ്യേറിയ വസ്തുവിന് എതിർകക്ഷിക്ക് പട്ടയം നൽകിയതായും അമ്മിണി ആരോപിച്ചു. ഇക്കാര്യം ഉന്നയിച്ച് നവകേരള സദസ്സിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടിയാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഈ 73-കാരി സമരം ആരംഭിച്ചത്. ജനം, ഇടുക്കി.